ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയായിട്ടാണ്. ഈ ഒരു കറി നമുക്ക് അപ്പത്തിനും ചപ്പാത്തിനും അതേപോലെ ചോറിനൊക്കെ കൈക്കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തതൊന്നുമല്ല, കുതിർക്കാത്ത ചെറുപയറാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടിയത് പച്ചമുളകും വലിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ ഈ സൈസ് ആയതുകൊണ്ടാണ് ഈ 2 ഉള്ളി എടുത്തത്, അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി മതിയാവും. പിന്നെ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകൊക്കെ ഒന്ന് കീറി ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു തക്കാളി എടുക്കുന്നുണ്ട്. ഒരു തക്കാളീൻ്റെ ഹാഫാണ് ഞാൻ എടുക്കുന്നത്. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചെറുപയർ വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിലാണ് എടുത്തത്, എനിക്ക് ഈ ചെറുപയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വേവാണ് നമുക്ക് ആവശ്യം ഈ കറിക്ക്. ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണോ കറി ലൂസ് വേണ്ട അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അപ്പത്തിനാണ് എടുക്കുന്നത്, അപ്പം അതിനനുസരിച്ച് കുറച്ച് കട്ടിക്കാണ് ഞാൻ ഈ കറി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോറിനൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ പുട്ടിനൊക്കെ ആണെങ്കിലോ ഇത് കുറച്ച് ലൂസാക്കി എടുത്താലും മതി. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തൊന്ന് ചുവന്ന് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് വരും. നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. പുട്ടിനും അതേപോലെ ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്